ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം നാളായി ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ ആയിട്ട്. ഒരുപാട് തിരക്കും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ സ്വീഡനിൽ വന്ന് സ്റ്റിക്ക് ചെയ്യാനുള്ള കുറച്ച് അതിൻ്റെ പ്രാഥമികമായ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള പറ്റാമെങ്കിലും പറ്റാവുന്ന ചെറിയ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗായിട്ട് വന്നേക്കണം. ഒരു വെക്കേഷൻ കിട്ടി, ഒരു ഹാഫ് ഡേ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. എന്നാൽ പക്ഷേ ട്രിപ്പ് കുറച്ച് വലുതുമാണ്. നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കുറച്ച് പേർക്കെങ്കിലും ചാനലിൽ അറിയാം, ഞാൻ ഒരുപാട് നാൾ ഷിപ്പിലായിരുന്നു. അപ്പോൾ കപ്പലിലെ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയായിരുന്നു നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷിപ്പിങ്ങിൻ്റെ ലൈഫ് ഒന്ന് ഫാമിലിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പൽ യാത്രയാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഗോതംബർഗിലെ സീ പോർട്ടിൽ നിന്ന് നമ്മൾ കീൽ എന്ന് പറഞ്ഞ ജർമ്മനിയിലെ ഒരു പോർട്ടിലേക്ക് 15.5 മണിക്കൂർ ട്രാവലുള്ള ഒരു യാത്രയാണ്. അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു ട്രാം പിടിച്ചു. ഈസിയാണ്. ഒരു 37 സെക്ക്, ഇവിടുത്തെ ഒരു 37 ക്രോൺസ് കൊടുത്ത് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അവിടം വരെ എത്താം. കാശിക്ക് ഫ്രീ ആണ്. അപ്പം നമ്മളങ്ങനെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് തിരിച്ചു. ഇതാണ് നമ്മളുടെ ഗോതംബർഗ് സെൻട്രൽ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അങ്കരീഡിൽ നിന്ന് കയറി നമ്മൾ എന്താ പറയുക, നമ്മൾ കപ്പൽ കിടക്കുന്ന സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ ട്രാംസ് ആണ്. നമ്മൾ പോകുന്ന ട്രാമാണോ ഓപ്പോസിറ്റ് വരുന്ന ട്രാമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് നേരത്തെ തിരിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ വേയിൽ എന്തെങ്കിലും സ്നാക്സോ ഫുഡോ കഴിച്ചിട്ട് ഷിപ്പിലേക്ക് കയറാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി അവിടെ ചെന്ന് നമ്മൾ 5:30 ചെക്കിൻ, ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് ഒരു 1 o'clock ആയിട്ടുള്ളൂ. സോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് നോക്കിയിട്ട് നമ്മളൊരു ബിസി ഏരിയയിൽ കയറി. ചെറിയ കാശിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, നഗറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡിൽ അപ്പോൾ നഗറ്റ്സും ഒരു പിസയൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ അവിടുന്ന് പതുക്കെ അത് കഴിച്ചു. ഈ ഷിപ്പിലേക്ക് പോവുകയാണ്. സ്റ്റെന ലൈൻ്റെ സ്റ്റെന ജെർമിക്ക എന്ന് പറഞ്ഞൊരു ഷിപ്പാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ഏകദേശം 240 മീറ്റർ ഉണ്ട് ഈ കപ്പൽ. സ്പെയിനിലാണ് ഇത് നിർമ്മിച്ചത്. 2010 ബിൽഡ് ചെയ്ത കപ്പലാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഷിപ്പിൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മൾ ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെ അത് കുറച്ചുകൂടി കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സീ വ്യൂ ആയിട്ടുള്ള ക്യാബിൻസ് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏകദേശം ഇവിടുത്തെ പൈസ ഒരു 9,000 ക്രോൺസ്. നാട്ടിലെ പൈസ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹ്യൂജ് എമൗണ്ട് ആയിട്ട് ചിലർക്കെങ്കിലും തോന്നാം. അപ്പോൾ ഒരു 9,000 ക്രോൺസിലാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷിപ്പിലേക്ക് എൻട്രി പ്രോസസ്സ് എല്ലാം, ചെക്കിൻ പ്രോസസ്സ് എല്ലാം ഭയങ്കര സുഖമായിരുന്നു. നമ്മുടെ ടിക്കറ്റിൻ്റെ QR കോഡ് കാണിക്കുക, ജസ്റ്റ് പാസ്പോർട്ട് കാണിക്കുന്നത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ നമ്മൾ ക്യാബിനിലേക്ക് പോകുന്ന റൂട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ ഫുള്ള് എന്താ പറയുക, ജർമ്മനിയിൽ പോയ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. അത് ഭയങ്കര ഒരു വലിയ വീഡിയോ ആയി പോകും. അതുകൊണ്ട് തന്നെ കപ്പലിൽ കയറി ചെക്കിൻ പ്രോസസ്സും കപ്പൽ ജസ്റ്റ് സെയിൽ ചെയ്യുന്നൊരു പോർഷൻ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഒരു വലിയ, ഞാൻ നോക്കിയിട്ട് ഏകദേശം ഒരു 25 മിനിറ്റോളം വരുന്നൊരു വലിയ വീഡിയോ ആയിപ്പോൾ. അത് അത്രയും വേണ്ട എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ചെറിയൊരു വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കാശിക്കും ഞങ്ങൾക്കും വേണ്ടി സെപ്പറേറ്റ് ഒരു 2 ബെഡാണ്. കാശിക്ക് ഒരു ചെറിയ ബെഡും നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ആശയാൻ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കണ്ടപ്പോൾ. റൂമും കാര്യങ്ങളൊക്കെ, ഫുഡും കാര്യങ്ങളും അൺലിമിറ്റഡ് ആയിട്ടുള്ള ബൊഫയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ പാക്കേജ് എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും നമ്മൾ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പാക്കേജ് എന്ന് പറയാൻ നമ്മൾ എന്താ പറയുക, ജർമ്മനിയിൽ പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓണായിട്ട് തന്നെ ചെയ്യും. നമുക്ക് അതാണ് എനിക്കും കുറച്ചുകൂടി ഇഷ്ടം. നമ്മുടെ സ്വന്തമായിട്ട് ട്രാവൽ, ഒരു പാക്കേജ് എടുത്ത് പോകുമ്പോൾ കുറച്ചുകൂടി ആ ട്രാവൽ ഏജൻസി പറയുന്ന നിയമങ്ങളും അനുസരിച്ച് അത് അങ്ങനെയാണല്ലോ നമ്മൾ പോകാനായിട്ട്. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. അപ്പോൾ അത് കുറച്ചുകൂടി കംഫർട്ടബിൾ അല്ല പലപ്പോഴും, കാശിയുള്ളത് കൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ ടൈമൊക്കെ ആയിട്ട് പലപ്പോഴും അഡ്ജസ്റ്റ് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓണായിട്ട് തന്നെ എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കപ്പൽ പതുക്കെ സെയിലായി നമ്മുടെ ഗോതംബർഗ് സ്റ്റേഷനിൽ നിന്ന്. ഇനി ഏകദേശം 15.5 മണിക്കൂറുള്ള യാത്രയാണ്. ഏകദേശം 5.5 ഇപ്പോൾ എന്താ പറയുക, വിൻ്ററൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയത് കാരണം ഇവിടെ രാത്രിയാകാനായിട്ട് യൂറോപ്യൻ കൺട്രീസിൽ നമ്മളിപ്പോൾ സ്വീഡനിലൊക്കെ രാത്രി ഒരു ഇരുട്ടെന്ന് പറഞ്ഞ ഒരു ആകാനായിട്ട് ഏകദേശം ഒരു 8 മണി 9 മണിയോട് അടുത്താവും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുള്ളൂ. നമ്മൾ പതുക്കെ സെയിലാകുവാണ്. 15.5 മണിക്കൂർ, ഏകദേശം നാളെ മോർണിംഗ് 7:45 ആണ് നമ്മൾ ജർമ്മനിയിലെ കീൽ എന്ന് പറഞ്ഞ പോർട്ടിലെത്തുന്നത്. അവിടെ പിന്നെ നമ്മൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ച് റിട്ടേൺ ഈ ഷിപ്പിൽ തന്നെ, ഈ സ്റ്റെന ജെർമിക്കയിൽ തന്നെ അവിടുന്ന് തിരിച്ചു വരണമെന്നാണ് നമ്മുടെ പ്ലാൻ. പിന്നെ എന്താണ്, ടിക്കറ്റ് എല്ലാം നമ്മൾ സ്റ്റെന ലൈൻ വഴി അവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി തന്നെ എടുത്തു. കാശിക്ക് കുറച്ച് 3 വയസ്സേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് കാശിക്ക് കുറച്ച് ഇളവുകളൊക്കെ ഉണ്ട് ടിക്കറ്റിൽ. നമുക്ക് അതൊക്കെ
എന്താ പറയുക എല്ലാം നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ്സ് ഉണ്ട്. അത് എല്ലാം പക്ഷേ വേറെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കിട്ടുന്ന ഗുഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇപ്പോൾ അതായത് വിസ്കി, വൈൻ, ബിയർ അല്ലെങ്കിൽ കുറച്ച് ഗോൾഡ് അങ്ങനെ കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഷിപ്പിൽ കുറച്ചുകൂടി ചീപ്പറായിട്ടാണ് അവർ കൊടുക്കുന്നുള്ളതാണ് അവരുടെ ഒരു കാറ്റലോഗിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം പതുക്കെ കപ്പൽ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഏറ്റവും അപ്പർ ഡെക്കിലാണ്. ഇത് ശരിക്കും ഒരു ക്രൂയിസ് ട്രിപ്പ് അല്ല, ഇത് ശരിക്കും ഒരു ഫെറി ഷിപ്പാണ്. ക്രൂയിസ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലക്ഷറീസ് ട്രിപ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബൊഫെ. എല്ലാവർക്കും അവരവരുടെ ക്ലാസ്സുകൾ അനുസരിച്ചിട്ട് ഓരോ മെസ്സാണ്. അപ്പോൾ ഫുഡ് പക്ഷേ എല്ലാവർക്കും അൺലിമിറ്റഡ് ആണ്. ചെറിയ എന്താ പറയുന്ന മ്യൂസിക് കാര്യങ്ങളും പിന്നെ കുറച്ച് ഒരു ലേഡി കാണാം, അവർ ഒരു ലോട്ടറി സിസ്റ്റം പോലെ നമ്മളൊരു 100 സെക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോൺസ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ്സ് തരും. നമുക്ക് പ്രൈസ് വലിയ എക്സ്പെൻസീവ് പ്രൈസൊന്നും അല്ല, വിസ്കിയും കാര്യങ്ങളും ചെറിയ വൈൻസും കാര്യങ്ങളൊക്കെയാണ് അവർ പ്രൈസായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആൾക്കാർ ചെറിയ എന്താ പറയുക ബിയറും വൈനൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുന്നു. അത് രസകരമായൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് 7:45 കറക്റ്റ് ടൈമിൽ തന്നെ ജർമ്മനിയിലെത്തി. അടുത്ത ദിവസം ജർമ്മനി നമ്മുടെ കപ്പൽ അറൈവായി മൂവിങ് ചെയ്ത് വെച്ചേക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് വലുതായി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ.